ഇന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണില്ലേ, എന്തേരെ ക്ലീൻ ചെയ്താലും അതിന് തൊട്ട് പിന്നാലെ വൃത്തികേടാവുന്ന ഒരു സ്ഥലം. ഇവിടെ അത് ഈ ഒരു പാത്വേയും കാർ പോർച്ചും ആണേ. എന്തേരെ ക്ലീൻ ചെയ്താലും ക്ലീൻ ചെയ്യുന്നതിന്റെ തൊട്ട് പിന്നാലെ ഇവിടെ വൃത്തികേടാവും. എന്താ ഇതിന്റെ കാരണം എന്ന് എനിക്ക് ഇതുവരെ അറിയില്ല. പക്ഷെ എന്തായാലും ഇവിടെ വൃത്തികേടാവുന്നതിനൊരു കയ്യും കണക്കും ഇല്ല. പിന്നെ ആൾക്കാർ പെട്ടെന്ന് കയറി വരുന്ന സ്ഥലമല്ലേ, ഏറ്റവും നന്നായിട്ട് ഇടാൻ പറ്റുമോ അത്രയും വൃത്തിക്കിടണ്ടേ എന്ന് വിചാരിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇന്ന് ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യാന്ന് ഞാൻ വിചാരിച്ചു. എന്റെ ബൊഗെയിൻ വില്ലാസിന്റെ ഒക്കെ അവസ്ഥ കണ്ടോ? കാടൊക്കെ കയറി പുല്ലൊക്കെ കെളുത്ത് മണ്ണൊക്കെ ഉറച്ചിരിക്കുകയാണ്. ഇതൊക്കെ പ്രൂൺ ചെയ്യേണ്ട സമയം നേരത്തെ കഴിഞ്ഞു. ഞാൻ മടിക്കാരനെ ഇങ്ങനെ കട്ട് ചെയ്യാണ്ടിരിക്കുകയായിരുന്നേ. അപ്പം മനസ്സിൽ ഞാൻ അങ്ങ് വിചാരിച്ചു അങ്ങ് ക്ലീൻ ചെയ്തേക്കാന്ന്. മനസ്സിൽ എന്തെങ്കിലും വിചാരിച്ചാൽ അത് അപ്പം തന്നെ അങ്ങ് നടത്തിയേക്കണം. കുറച്ചു നേരം കഷ്ടപ്പെട്ടാൽ എന്താ, നമ്മൾ ഒരുപാട് കെയർ ചെയ്ത് ഒരുപാട് ഇഷ്ടത്തോടെ വളർത്തിക്കൊണ്ടുവരുന്ന ചെടികളല്ലേ, കെയർ കിട്ടാത്തതിന്റെ പേരിൽ അവ നശിച്ചു പോകുന്നത് നമുക്ക് എങ്ങനെയാ സഹിക്കുക? അതുകൊണ്ട് കുറച്ചു നേരം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എല്ലാ പോട്ട്സിലെയും കമ്പുകളെല്ലാം ഞാൻ വെട്ടിക്കളഞ്ഞ് ഹാർഡ് പ്രൂണിംഗ് ആണ് ഞാൻ ചെയ്തു കൊടുത്തത്. മണ്ണൊക്കെ ഇളക്കിയിട്ടു. എന്നിട്ടുണ്ടല്ലോന്നേ, ആ കമ്പുകളിൽ നല്ല കമ്പുകൾ നോക്കി ഞാൻ മാറ്റി വെച്ചേ. ശരത്തേട്ടന് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ആ കമ്പ് വേണമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാൻ അതൊരു ബക്കറ്റിനകത്തേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി കമ്പുകളൊക്കെ താഴേക്ക് ഇട്ടു. കാരണം അവിടുന്ന് അത് അടിച്ചു വാരി കളയാൻ എളുപ്പമാണ്. പിന്നെ ഞാൻ ഈ ഒരു മതിലിലും ബോഗിൻ വില്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതും എടുത്ത് ഹാർഡ് പ്രൂണിംഗ് ചെയ്ത് മണ്ണൊക്കെ ഇളക്കി കൊടുത്തു. എന്നിട്ട് ബോഗിൻ വില്ലയുടെ ഇലകളൊക്കെ വീണ് മഴവെള്ളവും കൂടെ വീണ് ഇവിടെ ഒക്കെ പൂപ്പലും പായലായിട്ട് കിടക്കായിരുന്നു. അതൊക്കെ ഞാൻ തേച്ചൊരച്ച് കഴുകി. എന്ത് കഷ്ടപ്പാടാണെന്നറിയാമോ? പിന്നെ എന്തായാലും ഇറങ്ങി തിരിച്ചതല്ലേ, മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് കയറാന്ന് വിചാരിച്ച് ഞാൻ നിന്നങ്ങ് ചെയ്തേ. കണ്ടോ എന്ത് ക്ലീൻ ആയി, നേരത്തേനേക്കാളും വൃത്തിയും മെനയായില്ലേ. എന്നിട്ട് ഞാൻ നേരെ വന്ന് ഈ ഒരു മതിലും കൂടെ ഉരച്ച് തേച്ച് കഴുകി. അതിലും വെള്ളമൊക്കെ ഇറങ്ങി പൂപ്പലും പായലൊക്കെ ആയിട്ട് കിടക്കുമായിരുന്നേ. ആ സമയത്തുണ്ടല്ലോ ഒരു ചേട്ടൻ ഓടി വന്നിട്ടേ, മോളെ ഒരു വണ്ടി പോയപ്പോ എന്റെ കാലിൽ ചെളി തെറിച്ചു, എനിക്കൊന്ന് കഴുകാൻ തരാവോ, കുറച്ച് വെള്ളം ചോദിച്ച് എന്റെ അടുത്ത് വന്ന് കാലും കൈയിട്ടാണ് പോയത്. എനിക്ക് ആ ചേട്ടനെ ആരാന്ന് പോലും അറിയില്ല. അങ്ങനെ ഞാൻ പോട്ട്സ് ഒക്കെ വീണ്ടും അവിടെ തന്നെ വെച്ച് ഈ ഒരു ഏരിയയിൽ മൊത്തം ഞാൻ ചെടികളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഇലകളെല്ലാം വീണ് ഇവിടെയൊക്കെ കൊളയിട്ട് കിടക്കുമായിരുന്നു. പിന്നെ ഒരു ചട്ടിക്കകത്ത് നട്ട ടേർട്ടിൽ വെയിൻ മറ്റു ചട്ടികളിലേക്കൊക്കെ പടരാൻ തുടങ്ങിയായിരുന്നു. ഞാനപ്പോൾ ആ ടേർട്ടിൽ വെയിനെയും ഒന്ന് കട്ട് ചെയ്ത് വിട്ടേ. ഓരോ പോട്ട്സ് വീതം മാറ്റി അടിയിലുള്ള ഇലകളെല്ലാം ഞാൻ തൂത്തുവാരി എടുത്ത് ബക്കറ്റിലേക്ക് നിറച്ച് ഞാൻ അവിടെയൊക്കെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് അടിച്ച് വാരി അങ്ങ് കഴുകിയേ. എന്നിട്ട് പോട്ട്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. അങ്ങനെ മൊത്തം ക്ലീനിങ് കഴിഞ്ഞപ്പോ തന്നെ ഒരു സമാധാനം. കണ്ടില്ലേ, ഇപ്പൊ അത്യാവശ്യം വൃത്തിയും മെനയായില്ലേ. ഇങ്ങനെ ക്ലീൻ ആയിട്ട് കിടക്കുന്ന കാണുമ്പോ തന്നെ ഒരു തൃപ്തിയാണ്. അല്ലേലും അതങ്ങനെയാ, മനസ്സറിഞ്ഞ് കഷ്ടപ്പെട്ടാലേ നമുക്ക് ഫലം കിട്ടത്തുള്ളൂ. ആ ഫലത്തിന് സന്തോഷം ഉണ്ടാവത്തുള്ളൂ, അല്ലേ?